ഇതൊരു നടന്ന കഥയായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മേ ബി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ. ഞാനായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ എനിക്ക് ആളുടെ പേര് അറിഞ്ഞൂടാ. പുള്ളി നല്ല ഗംഭീരമായിട്ട് കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻചേട്ടനും മുകേഷേട്ടനും കോമ്പോ നല്ലതാണ്. പിന്നെ നമ്മൾ പൊതുവെ മലയാളികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ ഇതുപോലെ പോകരുതെന്നുള്ളൊരു മെസ്സേജും ഉണ്ട്. ചിരിക്കാനുണ്ടായിരുന്നു, ആൾക്കാരെ ചിന്തിപ്പിക്കാനുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ മുകേഷ് ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളി, ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, ഒട്ടും ഒരു ലാഗില്ല, നല്ല കോമഡി, നാച്ചുറൽ ആയിട്ടുള്ള കോമഡി. അപ്പം മുകേഷ് ചേട്ടൻ്റെയൊക്കെ പഴയ ആ ഒരു എന്താ പറയുക ആ ഒരു ഫോമിൽ മുകേഷ് ചേട്ടനെ കാണാൻ പറ്റി. അതേപോലെ ധ്യാനും അതൊരു കോമഡി പടം അങ്ങനെയാണോ പറയാം. പിന്നെ ജോണി ആൻ്റണിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ധ്യാനായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ എനിക്ക് ആളുടെ പേര് അറിഞ്ഞൂടാ. പുള്ളി നല്ല ഗംഭീരമായിട്ട് കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കോമഡി പടമായിട്ട് ഫീൽ ചെയ്ത് എന്തായാലും കൊള്ളാം. ധ്യാൻചേട്ടനും മുകേഷേട്ടനും കോമ്പോ നല്ലതാണ്. പിന്നെ നമ്മൾ പൊതുവെ മലയാളികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ ഇതുപോലെ പോകരുതെന്നുള്ളൊരു മെസ്സേജും ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും. അപ്പം ഗംഭീരാവട്ടെ, എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ഇതൊരു നടന്ന കഥയായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മേ ബി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ എല്ലാവരും വരിക, എല്ലാവരെയും ലൈഫ് സൂപ്പർ ജിന്ദഗി പോലെ സൂപ്പർ ആവട്ടെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ധ്യാൻ ചേട്ടൻ്റെയും മുകേഷ് സാറിൻ്റെയും ആ ഒരു കോമ്പിനേഷനും കോമഡികളും ഒക്കെ. പിന്നെ നല്ലൊരു വില്ലൻ, എനിക്ക് ആ വില്ലൻ്റെ പെർഫോമൻസും നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സോങ് ഇഷ്ടമായോ? കണ്ടില്ല, സിനിമ കണ്ടില്ല, ഇഷ്ടമായില്ലേ? ആ ഒരു പാർട്ടി മൂഡ് സോങ് അല്ലേ, അതും എനിക്കിഷ്ടമായി. അത് ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഈ ഒരു സോങ് നന്നായിട്ട് പുറത്തേക്ക് എത്തും എന്നുള്ളത്. ചിരിക്കാനുണ്ടായിരുന്നു, ആൾക്കാരെ ചിന്തിപ്പിക്കാനുണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ മുകേഷ് കോമ്പോ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ലാസ്റ്റ് മൂവിക്ക് ശേഷം ഇപ്പോൾ ഒത്തിരി നാളായി അവർ ഒന്നിച്ചുള്ള ഒരു കോമ്പോ. നല്ല കോമഡിയൊക്കെ നല്ലോണം വർക്കൗട്ട് ആയതുകൊണ്ട് ഓക്കെ. ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫാമിലി ഓഡിയൻസ് ആയിരിക്കും ഉണ്ടാവുക. കണ്ടിരുന്നിടത്തോളം നല്ല മൂവി ആയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി അതിൻ്റെ ക്യാമറ ഒക്കെ നന്നായിട്ട്, കളറിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തോന്നി എനിക്ക്. അത്യാവശ്യമൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ട്. നല്ല കോമഡി, ഒരു എൻ്റർടൈനുള്ള സിനിമയാണ്. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ മുകേഷ് ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളി, ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതിൻ്റെ റെസ്പോൺസ് സ്റ്റാർട്ട് ടു എൻഡ് എല്ലാവരും നല്ല എൻഗേജ്ഡ് ആയിരുന്നു. നല്ല കുറേ ക്ലാപ്സും, എല്ലാവരും നല്ല സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, ഒട്ടും ഒരു ലാഗില്ല, നല്ല കോമഡി, നാച്ചുറൽ ആയിട്ടുള്ള കോമഡി ആക്ഷനൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് ആ കഥയും ഉണ്ട്, അതിൻ്റെ കൂടെ ഉള്ളൊരു നാച്ചുറൽ കോമഡി. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. നല്ല പടം, നന്നായിട്ടുണ്ട്, വളരെ നല്ല പടം. ആ പടം നല്ല പടമാണ്, നമുക്ക് കണ്ടിരിക്കാവുന്ന പടമാണ്, കുഴപ്പമില്ല. ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ഋതുമന്ത്ര, അപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം അത്യാവശ്യം ഈ ഒരു ജോണറിലുള്ള സിനിമകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരാറില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ഒരു റാംജിറാവു, മാന്നാർമത്തായി, കാക്കക്കോയിൽ പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതായത് കാശിന് വേണ്ടി കുറേ തരികിട കാണിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൺഫ്യൂഷൻ ഡ്രാമയും സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ നിറഞ്ഞ സിനിമകൾ. അപ്പോൾ അതിപ്പോൾ ഇങ്ങനൊരു സിനിമയിലൂടെ ആ ഒരു ജോണർ തിരിച്ചു വരികയാണ്. അപ്പോൾ എനിക്കും അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ഫൈറ്റ് ചെയ്യാൻ പറ്റി. ഇതുവരെ ഞാനങ്ങനെ ആക്ഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാനും എൻജോയ് ചെയ്തു. അപ്പോൾ മുകേഷ് ചേട്ടൻ്റെയൊക്കെ പഴയ ആ ഒരു എന്താ പറയുക ആ ഒരു ഫോമിൽ മുകേഷ് ചേട്ടനെ കാണാൻ പറ്റി. അതേപോലെ ധ്യാനും പിന്നെ സുരേഷ് സാറ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ഒരു ഡോൺ, ഒരു മണ്ടനായ ഒരു ഡോൺ. അപ്പോൾ ഈ ഒരു ജോണർ നമ്മൾ വീണ്ടും മലയാളത്തിൽ ഇനിയും നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ വരണം. ആ ഒരു CID മൂസയൊക്കെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി, എന്താണ് ഇല്ലോജിക്കലായിട്ടുള്ള കോമഡിയും. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. അപ്പോൾ ഞാനും വളരെയധികം എൻജോയ് ചെയ്താണ് കണ്ടത്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കും, വിജയിപ്പിക്കും. അത്ര